പ്രേതങ്ങളുടേതായ ദോഷങ്ങൾ അല്ലെങ്കിൽ പ്രേതം ഇല്ല എന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ചിലരെങ്കിലും പ്രേതത്തിന്റെ അല്ലെങ്കിൽ രക്ഷസിന്റെ അല്ലെങ്കിൽ അതേപോലെ തന്നെ യക്ഷി എന്ന് സംബന്ധിക്കാവുന്ന തരത്തിലുള്ളവരുടേതായ ദ്രോഹങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ അനുഭവിക്കാത്തവരെ ചുരുക്കം ചിലരെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ചാളെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരുടേതായ പ്രേതദോഷങ്ങൾ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ദൃഷ്ടിബാധയിലാകാം, നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ കൂടിയാകാം, അതേപോലെ തന്നെ താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്നാവാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോയി അന്ന് അന്തി ഉറങ്ങുന്ന ചിലപ്പോൾ വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിരിക്കാം, മറ്റെന്തോ ആയിരിക്കാം. അപ്പൊ അവിടെ നമ്മൾ പരിചയമില്ലാത്ത ചുറ്റുപാടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകണം, അവിടെ എന്താ ഉള്ളതെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവിടുന്ന് ചില ഈ പ്രേത സംബന്ധമായിട്ടുള്ളതായ ചില കാര്യങ്ങളൊക്കെ ശരീരത്തിലേക്ക് ഏറ്റുകൊണ്ട് കഴിഞ്ഞാൽ വളരെയധികം ദുരിതങ്ങളാണ് പിന്നീട് ഉണ്ടാകുക. വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. പ്രേതദോഷങ്ങൾ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ചില വാടക വീട് അല്ലെങ്കിൽ ചില പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ചതോ എന്തോ ആയാലും ആ പേടി അല്ലെങ്കിൽ ആ സംഭവങ്ങൾ ഏറ്റു എന്ന് തോന്നുന്ന വ്യക്തിക്ക് ശരീരത്തിലൊക്കെ നിറയെ കന്നമായിരിക്കും തോന്നുക. അല്ലെങ്കിൽ രാത്രിയിൽ ആരൊക്കെയോ ശരീരം പിടിച്ച് അമർത്തുന്ന പോലെ, അങ്ങനെ അമർത്തുക തന്നെയല്ല, ഭയങ്കര വെയിറ്റ്, നമ്മൾ എന്തോ ഒരു സംഗതിയിലേക്ക് പോകുന്ന പോലെ, അല്ലെങ്കിൽ ശരീരമൊക്കെ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്ന പോലെ, സാധാരണ നോർമൽ അല്ലാത്തൊരവസ്ഥ, വേറെ ഏതൊരു സാന്നിധ്യം നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ വ്യക്തി ഓളിയിട്ടാവും ചിലപ്പോൾ കരയുണ്ടാകുക. പക്ഷേ ആ സൗണ്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആ ശബ്ദം പുറത്തേക്ക് വരില്ല. അത് വളരെ ഞരക്കം പോലെ കൊണ്ടുപോവാ, ഈ രൂപത്തിലാണ് ആ കരച്ചില്. ഓളിയിട്ടിട്ട് കരയുക, എല്ലാവരും വിളിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ദൈവത്തിനോടാവും പ്രാർത്ഥിക്കുന്നുണ്ടാവുക. എന്നെങ്കിൽ തന്നെ ഈ സൗണ്ട്, ഈ ഇത്രയേ സ്വരം വരുള്ളൂ. അത് ശരീരത്തിൽ ആ സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് ഭയങ്കര ഭാരമായിരിക്കും. അതേപോലെ തന്നെ ഉറക്കമുണ്ടാവില്ല. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിടുക. അപ്പോ അത് ചിലപ്പോ പിറ്റേ ദിവസത്തേക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടായിരിക്കില്ല. വീണ്ടും അതേപോലെ തന്നെ ആ സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആ ഒരു റൂമിൽ സ്ഥിരമായിട്ട് കിടക്കുന്ന റൂമിലാവും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകുക. ആ റൂമിൽ കിടക്കുന്ന സമയത്താവും ചിലപ്പോൾ രാത്രിയിലെ ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് ശരീരത്തിലേക്ക് ആരോ വരുന്ന പോലുള്ള ഒരു ശരീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ കഴുത്ത് പിടിച്ചിട്ടാവും നിൽക്കുക, അല്ലെങ്കിൽ ശരീരം പിടിച്ച് അമർത്തുകയും ചെയ്യും. അല്ലെങ്കിൽ നഖത്തിന്റെ പാടുകൊണ്ട് ഇങ്ങനെ അമർത്തുന്ന, ആ നഖം വെച്ചിട്ട് അമർത്തുന്ന പോലെ ശരീരം മൊത്തം ഭയങ്കര വേദനയായിരിക്കും. അപ്പോഴും അദ്ദേഹം തന്നെ കാണിക്കുക. അപ്പൊ ഇത് ഒരു പരിചയമില്ലാത്തൊരു വീട്ടിലാണ് ചെന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു വീടെടുത്തു അവിടെ താമസിക്കുന്നെങ്കിൽ, ആദ്യം ഇതേപോലെ തന്നെ അതിന്റെ തുടക്കങ്ങൾ, ദുരിതങ്ങൾ കാണിക്കും. ചിലപ്പോൾ അവിടെ കയറാൻ പറ്റുന്നില്ല, കയറി കഴിഞ്ഞാൽ എന്തൊരു അസ്വസ്ഥത പോലെ, ഒരു വിമിഷ്ടം, ഇവിടെ നിൽക്കണ്ടെന്ന് തോന്നുക, അങ്ങനൊക്കെ തോന്നും. അപ്പൊ ചിലവരൊന്നും അത് കണക്കിലെടുക്കാറില്ല. പിന്നെ അതല്ലേ, അതൊന്നും ഉണ്ടാവില്ല, എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ അതും ചിന്തിക്കില്ല. അവർക്ക് അതൊന്നൊരു വിഷയമായിട്ട് കാണാറില്ല. ചിലപ്പോ അദ്ദേഹം അങ്ങനെ വിചാരിച്ച് അവിടെ നിന്നതിന് ശേഷം ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകുക. ആ പ്രശ്നങ്ങൾ അങ്ങനെ തുടരെ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് ഒഴിച്ചാലും ഒഴിഞ്ഞു പോകാത്ത അവസ്ഥ വരിക. അപ്പോ ഇങ്ങനൊക്കെ വരുമ്പോ പിന്നെ അദ്ദേഹം സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും. അദ്ദേഹത്തിന് പിന്നെ തലവേദന വരിക, തലവേദന ഉണ്ടാകുക, പിന്നെ ആരോട് ശരിക്കും സംസാരിക്കില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക റൂമിൽ, ആ റൂമിൽ നിന്ന് പുറത്ത് കിടക്കില്ല, ആ റൂമിൽ തന്നെ ഇരിക്കാനായിട്ടുള്ളൊരു താല്പര്യം ആൾക്ക് തോന്നും. അതേപോലെ തന്നെ പണിക്ക് പോകാനായിട്ട് താല്പര്യം ഉണ്ടാകില്ല, കാരണം പുറത്തേക്ക് പോവില്ല. ഇനിയിപ്പോ പണിക്ക് പോണ ആളായാലും ശരി, പഠിക്കാൻ പോണ വ്യക്തിയായാലും ശരി, അത് വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കുകളോ അല്ലെങ്കിൽ രോഗാവസ്ഥകളോ വീഴ്ചയോ എന്തെങ്കിലും ഉണ്ടായിട്ട് ആ വീട്ടിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ നിർത്തും. അതിപ്പോ പഠിക്കാൻ പോകുന്നവരായാലും ശരി, ക്ലാസ്സിലേക്ക് വിടില്ല, ആ വീട്ടിൽ തന്നെ ഇട്ടിട്ട് അവരെ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ എന്താണ് ബുദ്ധിമുട്ടുകൾ ഓരോന്നുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ചെറിയ കുട്ടികളെ ചിലപ്പോൾ പേടിച്ചുകൊണ്ട് കരയും, അല്ലെങ്കിൽ ചിലവർക്ക് അവിടെ ഇരിക്കാനോ ഭയങ്കര താല്പര്യം തോന്നുക, മറ്റുള്ള ആളുകളായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ ഇങ്ങനെ അനുഭവിക്കുന്നതായ സംഗതി പറയാനോ അവർക്ക് തോന്നില്ല. വീണ്ടും എന്തൊരു ആകർഷണ വലയത്തിലേക്കാണ് അവരെത്തുക. അപ്പൊ അതിനെ കുറിച്ച്
വിലയിരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇദ്ദേഹം ചെല്ലില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ഇതേപോലെ ഉണ്ടാവുന്ന ഒരു സംഭവം പരിചയപ്പെടുത്താം. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം രാത്രിയില് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ രാത്രി ഒരു 11, 12, 1 മണി വരെയൊക്കെ ഉണ്ടാവും അദ്ദേഹം വണ്ടി എടുക്കും. അത് എടുത്തതിന് ശേഷം പിന്നെ വീട്ടിലേക്കുള്ള വാടക കിട്ടുമ്പോൾ അദ്ദേഹം അങ്ങനെ നേരെ വീട്ടിലേക്ക് വരും. അപ്പോ പിന്നീട് പോവില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വണ്ടിയിൽ ആരൊക്കെ കയറി, ഒരു യാത്രക്കാർ കയറി. കുറെ കഴിയുന്നൊക്കെ പിന്നീട് കണ്ടില്ല, ആളെന്നെ കാണാനില്ല. അദ്ദേഹം നന്നായി പേടിച്ചു. പിന്നീട് അദ്ദേഹം വീട്ടിൽ ചെന്ന് അങ്ങനെ ഉറക്കം വരുന്നില്ല. ആൾക്ക് ഉറക്കം വരുന്നില്ല. ഉറങ്ങി എന്നുള്ളൊരിത് വന്ന് നോക്കും. പിന്നെ അദ്ദേഹം ആരോ വിളിക്കുന്ന പോലെ തോന്നുന്നു. ആരോ വിളിക്കുന്നു, പുറത്തേക്ക് ആരോ വിളിക്കുന്ന പോലെ. അദ്ദേഹത്തിന് അവിടെ കിടക്കാൻ തോന്നില്ല, പുറത്തേക്ക് വരണം. വാതിൽ തുറന്ന് പുറത്ത് വന്ന് നോക്കുന്നുണ്ട് ഒരു സ്ത്രീ അവിടെ പടിക്കൽ ചിരിച്ചിട്ട് നിൽക്കുന്നു. ആ ചിരിച്ച് നിൽക്കുന്ന കണ്ടോടെ കൂട്ടി ഇയാൾക്ക് ഭയപ്പാട് തോന്നിയില്ല. ഇദ്ദേഹത്തിന് ആ ചിരിയിൽ ഇദ്ദേഹം മൊത്തം അതിൽ പെട്ടുപോയി. അങ്ങനെ ആ സ്ത്രീ ചോദിക്കുക, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു കുഴപ്പമില്ല പോരൂ എന്ന് പറഞ്ഞു. കാരണം സ്ത്രീയാണ്, കാണാനായിട്ട് അധിക സുന്ദരി. രാത്രി ഒരു 12, 1 മണി 2 മണിയുടെ ഉള്ളിലാണ്. അത് വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സംഭവങ്ങളിലാവാൻ തുടങ്ങി. പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളാവും പ്രത്യേകിച്ച് ഉണ്ടാവുക. പിന്നെ ഈ കരച്ചിലും ബഹളം അങ്ങോട്ട് മറിയും ഓടിട്ട് കരയില്ല. ഈ ചങ്കിൽ പിടിച്ചിട്ടുള്ള കരച്ചില്, ചങ്കൊക്കെ പിടിച്ച് ഞെക്കി കൊല്ലുന്നൊരവസ്ഥ എത്ര അയാൾക്ക് ഉണ്ടാവുക. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടുകാരൊക്കെ ഏതാടാ മോനെ എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കലും തട്ടിലും ഒക്കെ ആകുമ്പോൾ പെട്ടെന്നൊന്ന് അദ്ദേഹം ആ അവസ്ഥയിൽ നിന്ന് മാറും. വീണ്ടും കുറെ കഴിഞ്ഞാല് ഇതേപോലെ തന്നെ ഉണ്ടാകും. ഇതേപോലെ തന്നെ ഒരു അനുഭവം അങ്ങോട്ട് പറഞ്ഞുതരാം. ഞാൻ പൂജയ്ക്കായിട്ട് പോയിരുന്ന ഒരു സ്ഥലത്ത്, അപ്പൊ അവിടെ ഞാൻ കിടക്കുന്ന സ്ഥലത്ത് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ സുഹൃത്ത് വരികയുണ്ടായി. അദ്ദേഹം അവിടെ കിടന്നു. രാത്രിയില് എന്തുണ്ടായെന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ പുതപ്പൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഷർട്ടും മുണ്ടിട്ടുണ്ട്, അതായിട്ട് അവിടെ അങ്ങനെ കട്ടിലും കിടക്കുക. അപ്പൊ ഞാൻ ആച്ചില് നേരത്തെ കിടന്നു ഉറങ്ങിയാണ്, പൂജയ്ക്ക് ഉണ്ടായിരുന്ന നേരത്തെ കിടന്നു ഉറങ്ങി. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോണ്ട് ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ ഒരു കരച്ചിൽ കേട്ടിട്ടാണ് ഇരിക്കുന്നത്. കരച്ചിൽ എന്ന് പറഞ്ഞാല് അയ്യമ്മേ എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലൊന്നുമല്ല, ഈ ചങ്കില് പിടിച്ചിട്ടുള്ള മാതിരി. ആ കേട്ട വശം പെട്ടെന്ന് എത്രയോ കരച്ചിൽ കേട്ടില്ല, പെട്ടെന്ന് ഞാൻ ഉണർന്നു നോക്കുമ്പോ ഇദ്ദേഹമാണ്, ഈ സുഹൃത്ത് എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നല്ല ഉറക്കത്തിലാണ് കരയണത്. കയ്യും കാലൊക്കെ നിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇയാള് കൈ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഇദ്ദേഹത്തിന്റെ കൈ പൊന്തിട്ടില്ല, ശരീരമൊക്കെ ഒന്ന് വിറയ്ക്കുന്നുണ്ട്. കാരണം കാലും പൊങ്ങണില്ല, കയ്യും പൊങ്ങണില്ല. ഇയാൾ ഓടിട്ട് കരയും, ഈ ശബ്ദം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെന്നിട്ട് എന്ത് എന്ന് പറഞ്ഞാല് ഞാൻ പുറത്ത് ശക്തിയായിട്ട് തട്ടിയാളുടെ ശരീരത്തിൽ തട്ടി. എന്തായാലും ചോദിച്ചപ്പോ ആ ആ ആ ആ അതുകൊണ്ട് അങ്ങനെ കിടന്നു. അത് കണ്ണ് തുറക്കണില്ല. അങ്ങനെ ഇപ്പൊ എന്തോ ഒരു വിഷമമുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ വീണ്ടും ഞാൻ തട്ടി കണ്ണ് തുറക്കുന്ന പറഞ്ഞു. കണ്ണ് തുറന്നിട്ട് നോക്കുമ്പോ പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞ അങ്ങനെ കിടന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ അങ്ങനെ കിടന്ന് നോക്കുമ്പോ അപ്പൊ ഇദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് പേടിച്ചിട്ടുണ്ട്. അവരുടെ ടീമായിട്ട് വെള്ളം കഴിക്കാനായിട്ട് ചെന്നിരുന്നിട്ട് ഒരു റബ്ബർ തോട്ടത്തിന്റെ ഭാഗം എന്ന് പറയണം. അപ്പൊ അങ്ങനെ കിണറിന്റെ അവിടെയൊക്കെ വെച്ചിരുന്നിരുന്ന കുപ്പിയും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നിരുന്ന അവിടെ ഒരു സ്ത്രീ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. പലർക്കും അതിന്റെ ദുരിതങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതറിയാത്തവർ വീണ്ടും അവിടെ വന്നിരിക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും കാരണവശാൽ അവർ പിന്നാലെ കൂടുന്നൊരു സമ്പ്രദായം കൂടിയാണ്. അങ്ങനെ ഇദ്ദേഹം അവിടുന്ന് പേടിച്ചിട്ട് ഉണ്ട്. ആ തൊട്ടടുത്ത് തന്നെ, ഈ കിണറിന്റെ തൊട്ടടുത്ത് തന്നെ ആള് താമസിക്കുന്നത്. അവിടെ ആയി കഴിഞ്ഞാല് ഇദ്ദേഹത്തിന് ഒരു 11 മണി 12 മണി ആയി കഴിഞ്ഞ ഇത് അനുഭവം എന്ന് പറഞ്ഞു. ആരൊക്കെ കാല് പിടിച്ച് വിളിക്കും, ഇദ്ദേഹം ഓടിട്ട് കരയും കുതിരും. പക്ഷെ ഇദ്ദേഹം മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ആരുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പൊ ഇത് മാസങ്ങളായിട്ട് ഇദ്ദേഹം അനുഭവിക്കുന്നതാണ്. ഇദ്ദേഹത്തിന് അവിടെ നിന്ന് വിട്ടു പോരാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ സംഗതി പേടിച്ചിട്ടുള്ളതായ ആ പ്രേത സാന്നിധ്യം അല്ലെങ്കിൽ ആ പ്രേതം അല്ലെങ്കിൽ യക്ഷി എന്ന് പറയാവുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിന്. ഈ വ്യക്തിനെ ശരിക്കും അത് ഉപയോഗിക്കുകയാണ്.
അപ്പൊ എന്റെ ശരീരത്തിൽ വരണു, കിടന്നു, മറയണു, കുത്തണു, പിടിക്കണു, വലിക്കണു, അങ്ങനെയുള്ള വേണ്ടുന്നതൊക്കെ ആകുമ്പോൾ അങ്ങനെ ഈ ഇദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ഇദ്ദേഹത്തിന് വിട്ടു പോകുന്നില്ല. ഇദ്ദേഹം എവിടെ പോയാലും ഇതേ അനുഭവം ഉണ്ടാവുക. അങ്ങനെയാണ് എന്റെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിനെ വിളിച്ചുണർത്തി. അപ്പൊ ഇതിങ്ങനെ സൂചന പറഞ്ഞിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്, ഇങ്ങനെ പേടിച്ചിട്ടുണ്ടെന്നല്ല, എനിക്ക് രാത്രിയായി കഴിഞ്ഞമാതിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കേട്ട വശം തട്ടി എഴുന്നേൽപ്പ് കണ്ണു തുറന്നു നോക്കുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞാള്. ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒന്നുമില്ല, ഉറക്കത്തിനാണ്ട് പിടുത്തം വിട്ടിട്ടില്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ ഒരു ചുവന്ന പട്ടുണ്ടായിരുന്നു. ആ പട്ടെടുത്തിട്ട് ഇദ്ദേഹം പുതപ്പൊന്നുമില്ല, പുതപ്പില്ലാതെ കിടക്കണം. അപ്പൊ കൊതുകടി കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പൊതിച്ച് ഇട്ട് കൊടുത്തു ആളെ. അവിടുന്ന് കുറെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഞാൻ ഉറങ്ങിയ സമയത്ത് ഞാൻ കിടക്കുന്നതിന്റെ കുറച്ച് നീങ്ങിട്ടാണ് കിടക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു കാതിൽ ചെവിട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് ആളുടെ ചെവിട്ടിലേക്ക് വരിക. നീ ചോന്ന മുണ്ട് പുതച്ചിട്ടൊക്കെ എടുക്കണില്ലേ എന്ന് പറയല്ല, ഈ ചോന്ന മുണ്ട് ഇട്ടത് ഭയങ്കര ശക്തിയോട് കൂട്ട് ആ മുണ്ട് മാത്രം നേരേക്ക് വന്ന് ഇയാൾക്ക് കാണുന്നുണ്ട്. ആ ചോന്ന മുണ്ട് മാത്രം എങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ കഴുത്തിലാണ് ടൈറ്റായി. ഈ പട്ടിന്റെ ഒപ്പം അല്ലെങ്കിൽ സംഗതി കൈയുണ്ട്, കയ്യല്ല ഇയാൾ കാണുന്നത്, ഈ പട്ട കാണുന്നത്. അങ്ങനെ കഴുത്തിൽ കുടുങ്ങുന്ന വശം അദ്ദേഹം ഓടിയിട്ട് കരയാനായിട്ട് തുടങ്ങി, കയ്യും കാലിട്ടടിക്കുന്നു. അങ്ങനെ അത് കുറേ നേരം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ആൾ കണ്ണു തുറന്നു. എന്നിട്ട് പിറ്റേ ദിവസം പറയുന്ന മാതിരിയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, പ്രേതദോഷങ്ങള് അല്ലെങ്കിൽ പ്രേതബാധകൾ ശക്തമായിട്ടുള്ള ഏറ്റിട്ടുള്ളതായ ചില വ്യക്തികൾക്ക് ഇതേപോലെ തന്നെ അനുഭവങ്ങൾ ഉണ്ടാകുക. അവര് മിക്കവാറും ഇതേപോലെ തന്നെ ഇതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു ലഹരിയാണ്. വരണ ആൾക്കും അതെ, ഇത് അനുഭവിക്കുന്ന ആൾക്കും അതെ, ഇതിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ചിലവരൊക്കെ വിഷമങ്ങളുണ്ടെന്ന് പറഞ്ഞ് വീട്ടുകാരോട് പറഞ്ഞിട്ട് അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ നോക്കും. അല്ലാത്തവർ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കും. അവരതിനോടുകൂടി അവിടെ ചേരുക. അവസാനമാകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാല് ഇദ്ദേഹം ചിലപ്പോൾ മരണപ്പെട്ടു പോകേണ്ട അവസ്ഥ ഉണ്ടാവുക. കാരണം ആ വന്നിരിക്കുന്ന സംഭവം ഇദ്ദേഹത്തിന് ഒരു വളരെയധികം ഇഷ്ടപ്പെടുന്നതായ സുഹൃത്തുക്കളെ പോലെ തന്നെ അത് ആത്മാവായാലും ഇതിനോട് രമിക്കാനായിട്ട് തുടങ്ങും. അതിനെ വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഇദ്ദേഹത്തിനെയും കൂടി കൊണ്ടുപോകുന്നതിലുണ്ടാവുക. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലോ പരിസരത്തോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നും, അല്ലെങ്കിൽ കാരണം ഇയാൾ ചെയ്യുന്നതൊക്കെ അബദ്ധങ്ങളാ, പണിക്ക് പോകണില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണില്ല, അല്ലെങ്കിൽ കുളിക്കണില്ല, അല്ലെങ്കിൽ വേറെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യണില്ല, വെറും മുറി അടച്ചു വെച്ചിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇയാൾക്ക് ദേഷ്യം വരികയും ചെയ്യും. ഇതേപോലത്തെ ആളുകളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു പോകും. വേറെ ആരോ അദ്ദേഹത്തോട് സംസാരിക്കുന്ന പോലെ ഉണ്ടാകുക. അത് ചില സമയങ്ങളിൽ മാത്രം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത്ര ആളുകളൊക്കെ ഉണ്ട് വെച്ചെങ്കില് അതിനെ അവരുടെ വേണ്ടപ്പെട്ട രക്ഷിതാക്കളോടും മറ്റു കാര്യങ്ങൾ പറയാം. എന്നിട്ട് അതിനെ കൃത്യമായിട്ട് നോക്കിയറിയാം. அதை നോക്കി അറിഞ്ഞിട്ട് ഈ പ്രേതദോഷങ്ങളോ മറ്റെന്തോ ഇത് ഏത് വഴിക്കുന്ന വന്നിട്ടുള്ള അല്ലെങ്കിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് അങ്ങനൊക്കെ നോക്കി അറിഞ്ഞിട്ട് ഇനി വേറെ ശത്രുദോഷങ്ങളുണ്ടോ, അതിലുപരി അദ്ദേഹത്തിന്റെ സമയം നല്ലതാണോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ. ശത്രുദോഷങ്ങളൊക്കെ നീക്കം ചെയ്ത് പ്രേതദോഷങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ ആ പ്രേതദോഷത്തിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് ആവാഹിക്കുക, പ്രതിമയിലേക്ക് ആവാഹിക്കുക. എന്നിട്ട് അതിനെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്, കാരണം ചില ദുരിത മരണങ്ങൾ ഉണ്ടായിട്ടുള്ളതായ ചില പ്രേതങ്ങളാണെങ്കിൽ അവർക്ക് അവരുടെ മരിച്ചാലും അവരുടെ ബന്ധുമിത്രാദികളോ അല്ലെങ്കിൽ ഇല്ലാത്തവരാവട്ടെ അല്ലെങ്കിൽ ചെയ്യാത്തവരാവട്ടെ കർമ്മങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുമ്പോൾ അവര് ശക്തമായിരിക്കുന്ന ആ പ്രേതത്തിൽ നിന്ന് രക്ഷസ് അല്ലെങ്കിൽ അതേപോലെ തന്നെ കാഠിന്യമായിട്ടുള്ളതിലേക്ക് പോവുക. പിന്നെ അവര് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ഈ രക്തം കുടിച്ച് നടക്കാനോ അങ്ങനെയുള്ളതിലേക്ക് വരിക. അപ്പൊ അതിനെ കൃത്യമായി കണ്ടറിഞ്ഞ് അതിലുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിനമാതിരി പരിഹാരം ചെയ്ത് പ്രതിമയിലേക്ക് ആവാഹിച്ച് അതിനെ സാന്നിധ്യപ്പെടുത്തി അതിനെ കൃത്യമായിട്ട് കർമ്മം ചെയ്യുന്നതായ പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പുണ്യക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് തിലഹോമം, ക്ഷേത്രപിണ്ഡം, സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്ത് ആ പ്രതിമ നിബഞ്ജനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പ്രേതദോഷത്തിനെ പ്രേതശുദ്ധി വരുത്തി അതിന്റെ പിതൃലോകത്തേക്ക് അല്ലെങ്കിൽ വിഷ്ണു ലോകത്തേക്ക് സമർപ്പിക്കുമ്പോൾ ഈ പ്രേതത്തിന്റെ ദോഷങ്ങൾ ശല്യങ്ങളൊക്കെ വിട്ടുപോകും. ഈ വ്യക്തിക്കും നല്ലതായ അവസ്ഥ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കും. അതിന് നല്ല സംരക്ഷണം ചെയ്യുന്നതായ നല്ല മഹാസുദർശന യന്ത്രം കൊടുക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉറക്കമില്ലായ്മ അങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക. അപ്പോഴാണ് ചിലത് അങ്ങനെ വരിക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
ഇത്തരം ദോഷങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കുറേയധികം വ്യത്യാസങ്ങളുള്ളവരുണ്ടാവും. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്താലും വിട്ടുപോകില്ല. അദ്ദേഹത്തിന് ശരിക്കും പറയാം മരണം ഉറപ്പായിട്ടേ പോവുള്ളൂ. അതായത് മരണത്തോട് കൂടിയിട്ട് അവസാനിക്കുള്ളൂ. അപ്പൊ ആ പ്രേതം ഇതും കൂടിയിട്ട് ഒന്നായി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക. അപ്പോ ഈ അറിവില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ളതാണ്. അറിവുള്ളവർക്കുള്ളതല്ല. അതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.